ഹലോ സ്റ്റുഡൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ന്യൂട്ടൺസ് മെത്തേഡ് ഓഫ് അഡ്വാൻസിങ് ഡിഫറൻസസ് ആണ്. അപ്പോൾ അതിനകത്ത് ഇൻ്റർപൊളേഷൻ്റെ ഒരു പ്രോബ്ലം, എക്സ്ട്രാപൊളേഷൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ നോക്കിപ്പോയത്. ഇനി നെക്സ്റ്റ് അതിൻ്റെ കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇതിനകത്ത് ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ രണ്ട് ക്വസ്റ്റ്യനിലും ഇയറും വൈ വേരിയബിളും കൂടെയാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഇയറിനെ നമ്മൾ എക്സ് വേരിയബിളായിട്ടും വൈ വേരിയബിളിന് നേരെ എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസ് പോലെ തോന്നിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ഇല്ലസ്ട്രേഷൻ നമ്പർ 4 ഇല്ലസ്ട്രേഷൻ നമ്പർ 5 തന്നിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജും പ്രീമിയം ചാർജഡുമാണ് കാണിച്ചിരിക്കുന്നത്. LIC ഓഫ് ഇന്ത്യ ചാർജ് ചെയ്യുന്ന പ്രീമിയം ഏജിൻ്റെ ബേസിസിൽ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ 20 മുതൽ 40 വരെയുള്ള ഏജിൻ്റെ പ്രീമിയം ചാർജഡ് എത്രയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട എസ്റ്റിമേറ്റ് പ്രീമിയം പേബിൾ അറ്റ് ദ ഏജ് ഓഫ് 26 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഏജ് 20 മുതൽ 40 വരെയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് ഇൻ്റർപൊളേഷനാണ്. 40 കഴിഞ്ഞിട്ടുള്ളത് കാണാനായിട്ട് പറയുമായിരുന്നെങ്കിൽ അത് എക്സ്ട്രാപൊളേഷൻ ആയേനെ. ഇപ്പോൾ ഇവിടെ ഇൻ്റർപൊളേഷൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് ഓഫ് ഇൻ്റർപൊളേഷൻ 26 ആണ്. യൂണിറ്റ് ഓഫ് ഒറിജിൻ എന്ന് വരുന്നത് 20 ആണ്. പിന്നെ ഡിഫറൻസ് 20, 25, 30 അങ്ങനെയല്ലേ പോയേക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ കാണാനായിട്ട് 26 - 20 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. അപ്പോൾ 6/5 1.2 കിട്ടും. നെക്സ്റ്റ് നമുക്ക് ആ ഫോർവേഡ് ഡിഫറൻസ് ടേബിളും നോക്കാം. എക്സ് വേരിയബിളും വൈ വേരിയബിളും എല്ലാം എടുത്തെഴുതി x0, x1, x2, x3, x4 എന്നും y0, y1, y2, y3, y4 എന്നും നമ്മൾ പേര് കൊടുത്തു. അതിൻ്റെ ഡെൽറ്റ 1 കാണുവാണ്. അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് 26 - 23, 30 - 26, 35 - 30, 42 - 35 അങ്ങനെ ഡിഫറൻസ് കണ്ടു. ഇനി അടുത്ത ഡെൽറ്റ 2 കാണാൻ വേണ്ടി 4 - 3, 5 - 4, 7 - 5 അങ്ങനെ ചെയ്തു. അടുത്തത് ഡെൽറ്റ 3 കാണാൻ വേണ്ടി 1 - 1, 2 - 1, ഡെൽറ്റ 4 കാണാൻ വേണ്ടി 1 - 0 അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ടേബിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ആ ടേബിളിലെ ഏറ്റവും ടോപ്പിലുള്ള വാല്യൂസ് മാത്രം ഡെൽറ്റ 1ൻ്റെ കോളത്തിലെ 3 ആണ് നമുക്ക് വേണ്ടത്. ഡെൽറ്റ 2ൻ്റെ കോളത്തിൽ 1 വേണം. ഡെൽറ്റ 3യുടെ കോളത്തിൽ 0, ഡെൽറ്റ 4ൻ്റെ കോളത്തിൽ 1. ഇതാണ് നമുക്ക് ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. അടുത്ത നമ്മൾ ഇക്വേഷൻ എഴുതി y of x = y0 + x × ഡെൽറ്റ 10 + x × x - 1 × ഡെൽറ്റ 20 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് x × x - 1 × x - 2 × ഡെൽറ്റ 30 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് x × x - 1 × x - 2 × x - 3 × ഡെൽറ്റ 40 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. അതിൻ്റെ അകത്തേക്ക് വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തു. ആൻസർ കണ്ടുപിടിച്ച് 26.7344 കിട്ടും. അപ്പം 26ാമത്തെ ഏജിൽ ഒരാൾ പേ ചെയ്യേണ്ട പ്രീമിയം എന്ന് പറയുന്നത് 26.73 റുപ്പീസ് ആയിരിക്കും. നേരത്തെ നമ്മൾ പഠിച്ച ഇല്ലസ്ട്രേഷനിൽ നിന്ന് വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ഇല്ലസ്ട്രേഷൻ നമ്പർ 5 നോക്കി. ഇതിൻ്റെ അകത്ത് ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫിഗർ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ടേബിൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഏജും എക്സ്പെക്റ്റേഷൻ ഓഫ് ലൈഫാണ്. എന്നിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത് അത് ഏജ് ഓഫ് 16 ആണ് പറഞ്ഞേക്കുന്നത്. ഇൻ്റർപൊളേഷൻ തന്നെയാണ്. അപ്പോൾ 16 - 10 ആണ് ബേസ് ഏജ് എന്ന് പറയുന്നത്. 16 - 10 ഡിവൈഡഡ് ബൈ 5 ചെയ്തപ്പോൾ 6/5 1.2 ആണ് എക്സിൻ്റെ വാല്യൂ. ദെൻ ടേബിൾ നോക്കാം. എക്സ് വേരിയബിളും വൈ വേരിയബിളും എല്ലാം എടുത്തെഴുതി. ഇനി അടുത്ത് നമ്മൾ ഡെൽറ്റ 1, ഡെൽറ്റ 2 അങ്ങനെ കാണുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഡെൽറ്റ 1 കാണുന്ന സമയത്ത് 32.3 - 35.4 ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫിഗറാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. -3.1, -3.1, -3.2, -2.8, -2.8 അങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടിയിരിക്കുന്നത്. എല്ലാം നെഗറ്റീവ് ഫിഗറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഡിഫറൻസ് കാണുന്ന സമയത്ത് -3.1 -3.1 എന്നാണ് വരുന്നത്. അതായത് 2 മൈനസ് ഫിഗറുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് ആയി പോകത്തില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് -3.1 +3.1 എന്ന് വരും. അതുകൊണ്ടാണ് ഇത് 0 ആയി പോകുന്നത്. അടുത്തത് -3.2 -3.1 എന്ന് പറയുമ്പോൾ -3.1 +3.1 എന്നാവും. അപ്പോൾ ഡിഫറൻസ് കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം വേണം ഇടാനായിട്ട്. അപ്പോൾ 3.2 ആണ് അവിടുത്തെ വലിയ സംഖ്യ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ -0.1 വന്നിരിക്കുന്നത്. അടുത്തത് ചെയ്യുമ്പോഴത്തേനും -2.8 -3.2 അതായത് -3.8 +3.2 എന്നാണ് വരുന്നത്. അപ്പോൾ അതും പ്ലസ് ആണ് നമുക്ക് വരുന്നത്. വലുതിൻ്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് പ്ലസ് വാല്യൂ ആണ് വരുന്നത്. പിന്നീട് അങ്ങോട്ട് വരുന്ന ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി. മൈനസിൽ നിന്ന് മൈനസ് ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് മൈനസോട് ഇൻറ്റു ചെയ്യുമ്പോൾ അത് പ്ലസ് ആയി പോകും. അപ്പോൾ അത് മൈനസ് പ്ലസ് അടുത്ത സംഖ്യ എന്നായി മാറും.
എന്നിട്ട് ഡിഫറൻസ് കാണുക, വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. നേരത്തെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. അതേപോലെ ആ ടേബിൾ കംപ്ലീറ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഇക്വേഷൻ്റെ നേരെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. അടുത്തത് ഇല്ലസ്ട്രേഷൻ നമ്പർ 6 ആണ്. കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, അതുകൊണ്ട് നോക്കുക. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് സെക്യൂറിംഗ് ബി ഗ്രേഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഫ്രം ദ ഫോളോവിങ്. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ബി ഗ്രേഡ് കിട്ടുന്ന കുട്ടികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 100ലുള്ള മാർക്ക് അതും സെക്യൂർ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് അഡീഷണലായിട്ട് വേണ്ടുണ്ട് 48% അതിൽ കൂടുതലോ 60% താഴെയുമായിട്ട് വരുന്നത്. അതായത് 48നും 60ക്കും ഇടയ്ക്കുള്ള ആൾക്കാർക്കാണ് ബി ഗ്രേഡ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് 48നും 60ക്കും ഇടയ്ക്ക് എത്ര പേരുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സീരീസിന് ഫസ്റ്റ് നമ്മൾ ലെസ് ദാൻ സീരീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. മാർക്ക് ലെസ് ദാൻ 20, ലെസ് ദാൻ 40, ലെസ് ദാൻ 60, ലെസ് ദാൻ 80, ലെസ് ദാൻ 100 എന്നുള്ള ഫോമിൽ എക്സ് വേരിയബിൾ എഴുതി. നിങ്ങൾക്ക് ആ ടേബിൾ നോക്കിയാൽ മനസ്സിലാകും. ലെസ് ദാൻ ഇട്ടിട്ടാണ് 20, 40, 60, 80, 100 എഴുതിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ലെസ് ദാൻ എഴുതി? മോർ ദാൻ വേണേലും എഴുതായിരുന്നു. പക്ഷേ ഇവിടെ ലെസ് ദാൻ എഴുതിയതിന് റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വേണ്ടത് 48നും 60ക്കും ഇടയ്ക്കുള്ള ആൾക്കാരല്ലേ. 48 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് ഈ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് വന്നിട്ടില്ല, പക്ഷേ 60 ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 60 താഴെയുള്ള ആൾക്കാരെയല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ലെസ് ദാൻ എന്നുള്ള ഫോമിലേക്ക് അതിനെ എഴുതിയത്. ഇനിയിപ്പോൾ നമ്മളോട് 40ക്ക് മുകളിലുള്ള ആൾക്കാർ എന്നാണ് പറഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മോർ ദാൻ എന്നുള്ള ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റി എഴുതാമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ലെസ് ദാൻ ആണ് എഴുതിയത്. അപ്പോൾ നമുക്ക് ലെസ് ദാൻ 60 എത്രയെന്നുള്ള അവിടെ കിട്ടി. ഇനി 60ക്കും 48നും ഇടയ്ക്കുള്ള എത്രയാണെന്നൂടെ കണ്ടുപിടിച്ചാൽ പോരെ. പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ ക്യൂമുലേറ്റീവ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് അവിടെ കാണിക്കാനായിട്ട്. കാരണം നമ്മൾ ഇതിനെ ലെസ് ദാൻ എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതിയല്ലോ. അപ്പോൾ ലെസ് ദാൻ 20 എന്ന് പറയുന്ന 5 ആണ്. ലെസ് ദാൻ 40 എന്ന് പറയുമ്പോൾ 26 + 5 ആണ് 31. ലെസ് ദാൻ 60 എന്ന് പറയുമ്പോഴത്തേനും 85 + 26 + 5. ലെസ് ദാൻ 80 എന്ന് പറയുമ്പോഴത്തേനും 54 + 85 + 26 + 5. ലെസ് ദാൻ 100 എന്ന് പറയുമ്പോൾ ടോട്ടൽ എല്ലാത്തിനും കൂടി എടുത്തേക്കുന്നതാണ് 200. അതിൻ്റെ അടുത്ത് എക്സ് കാണാനായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 48ൻ്റെ ആണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത് 48ഉം ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 48 - 20 / 20 വരും. ഇവിടുത്തെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 20 ആണല്ലോ. അപ്പോൾ 20 ചെയ്ത് കഴിയുമ്പോൾ 1.4 കിട്ടി. അതാണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ y48 കണ്ടുപിടിച്ചു. നമുക്ക് 48ൻ്റേതാണ് വേണ്ടത്. അപ്പോൾ അവിടെ y48 കണ്ടുപിടിച്ചു. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ y48 കണ്ടുപിടിച്ചപ്പം 65.1328 ആണ് കിട്ടിയത്. അതായത് 48ൽ താഴെ മാർക്ക് കിട്ടുന്ന ആൾക്കാർ 65.13 ആണ്. അതിനെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 65 എന്ന് വിളിക്കുക. എണ്ണമല്ലേ, അപ്പോൾ അതുകൊണ്ട് റൗണ്ട് ചെയ്തെടുക്കണം. അപ്പം 48ൽ താഴെ മാർക്ക് കിട്ടുന്നത് 65 പേർക്കാണ്. പിന്നെ നമ്മുടെ ടേബിളിൽ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു കാര്യം കിടപ്പുണ്ട്. 60ൽ താഴെ മാർക്ക് കിട്ടുന്നത് ലെസ് ദാൻ 60 കിടപ്പുണ്ടല്ലോ, 116 ആണെന്നുള്ളത്. അപ്പോൾ ലെസ് ദാൻ 60 എത്രയാണെന്നുള്ളത് നമുക്കറിയാം. ലെസ് ദാൻ 48 എത്രയാണെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ 60നും 48നും ഇടയ്ക്കുള്ളതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ലെസ് ദാൻ 60യുടെ വാല്യൂവിൻ്റെ അകത്തുനിന്ന് ലെസ് ദാൻ 48 അങ്ങ് കുറച്ചാൽ പോരെ. 116ൽ നിന്ന് 65 ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 51 കിട്ടും. അതാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ബി ഗ്രേഡ് കിട്ടുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇല്ലസ്ട്രേഷൻ നമ്പർ 7 എന്ന് പറയുന്നത് സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ആ ക്വസ്റ്റ്യൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഇല്ലസ്ട്രേഷൻ നമ്പർ 7 നമുക്ക് കാണാനായിട്ടുള്ളത് നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് ഗെറ്റിംഗ് മാർക്ക് ബിറ്റ്വീൻ 20 and 25. 20നും 25നും ഇടയ്ക്ക് മാർക്ക് കിട്ടുന്ന കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ മാർക്ക് എന്ന് പറയുന്നത് 10, 20, 30, 40, 50 നമുക്ക് ലെസ് ദാൻ സീരീസ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ട്, നേരെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ലെസ് ദാൻ 20 കിട്ടുന്ന ആൾക്കാർ എത്രയെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. 20 താഴെ മാർക്ക് കിട്ടുന്ന ആൾക്കാർ 45 പേരാണുള്ളത്. ഇനി 20നും 25നും ഇടയ്ക്ക് എത്ര പേരുണ്ടെന്ന് നമുക്കറിഞ്ഞാൽ പോരെ. അപ്പോൾ ലെസ് ദാൻ 25 എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് ആ ലെസ് ദാൻ 25ൻ്റെ അകത്തുനിന്ന് ലെസ് ദാൻ 20 കുറച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കുള്ള ആൾക്കാരുടെ എണ്ണം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് y25 ആണ് കാണേണ്ടത്. അപ്പോൾ യൂണിറ്റ് ഓഫ് ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നത് 25ഉം ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് 10ഉം /10 ആണ് വരുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1.5 വരും. അത് യൂസ് ചെയ്ത് നമ്മുടെ ടേബിളും യൂസ് ചെയ്തിട്ട് y25 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ y25 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 75.98 ആണ് കിട്ടിയത്. അതിനെ റൗണ്ട് ചെയ്യുമ്പോൾ 76 നമുക്ക് പറയാം. അതായത് 25ൽ താഴെ മാർക്ക് കിട്ടുന്ന ആൾക്കാർ 76 പേരും 20ൽ താഴെ മാർക്ക് കിട്ടുന്നത് 45. അത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ്.
ഈ 76-ൽ നിന്ന് 45 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന 31 25-നും 20-നും ഇടയ്ക്ക് മാർക്ക് കിട്ടുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഇല്ലസ്ട്രേഷൻ നമ്പർ 8 നിങ്ങൾ തന്നെ വായിച്ച് നോക്കിയാൽ മതി. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ 2 ഇല്ലസ്ട്രേഷൻ്റെ അകത്ത് കുറച്ച് 2 ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, അധികം ചെയ്യാനായിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ വായിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് ഈ മോഡൽ ടെക്സ്റ്റിൻ്റെ ബാക്കിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലം 2 നിങ്ങൾ ചെയ്തും കൂടെ നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ള മെത്തേഡാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ മെത്തേഡ്. പേജ് നമ്പർ 291 കിടക്കുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 3 മെത്തേഡ്സാണ് പഠിക്കാനായിട്ടുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ന്യൂട്ടൺസ് മെത്തേഡ് ഓഫ് അഡ്വാൻസ്ഡ് ഡിഫറൻസ് ആണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് ബൈനോമിയൽ എക്സ്പാൻഷൻ മെത്തേഡ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു മെത്തേഡും കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ബൈനോമിയൽ എക്സ്പാൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ്റർപൊളേഷനിലെ തന്നെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് നമുക്ക് സ്പെസിഫിക് ടൈപ്പ് പ്രോബ്ലംസിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവണം. ആ 2 കണ്ടീഷൻസാണ് താഴേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ്, ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഷുഡ് അഡ്വാൻസ് ബൈ ഈക്വൽ ഇൻ്റർവെൽസ് ലൈക്ക് 10, 20, 30, 40, 50 എക്സെട്ര. അതായത് എക്സ് വേരിയബിൾ എന്ന് പറയുന്നത് ഈക്വൽ ഇൻ്റർവെൽസ് ഇട്ട് പോകുന്ന സംഖ്യകളായിരിക്കണം. രണ്ടാമത്തത്, ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് വൈ ഈസ് ടു ബി ഇൻ്റർപൊളേറ്റഡ് ഷുഡ് ബി എനി വൺ ഓഫ് ദ വേരിയബിൾ ഇൻ ബിറ്റ്വീൻ ദ ഗിവൺ വാല്യൂസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ ഇൻ്റർപൊളേറ്റ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഏതെങ്കിലും എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ മാത്രമേ, അതായത് നമുക്ക് എത്ര എക്സ് വാല്യൂസ് തന്നിട്ടുണ്ടോ അതിൻ്റെ ഇടയ്ക്കുള്ള ഫിഗർ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ 2 കണ്ടീഷൻസാണുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ടേബിൾ എക്സ് വേരിയബിളും വൈ വേരിയബിളും കാണിച്ചിട്ട് എക്സ് വേരിയബിൾ എന്ന് പറയുന്നത് 10, 20, 30, 40 അങ്ങനെ കൂടിപ്പോകുന്നതും വൈ വേരിയബിൾ എന്ന് പറയുന്നത് 27, 38, എന്നിട്ട് 30 എന്ന് പറയുന്ന എക്സ് വേരിയബിളിന് നേരെയുള്ള വൈ വേരിയബിളാണ് നമുക്കില്ലാത്തത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസുകളിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബൈനോമിയൽ എക്സ്പാൻഷൻ മെത്തേഡിൽ ഇൻ്റർപൊളേഷനും എക്സ്ട്രാപൊളേഷനും ആപ്ലിക്കബിൾ ആവുന്നത് 2 സിറ്റുവേഷൻസിലാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂസ് ഈക്വി ഡിസ്റ്റൻസിൽ പോകുന്ന സമയത്തും ഓർ മോർ വാല്യൂസ് ഓഫ് വൈ കറസ്പോണ്ടിങ് ടു എക്സ് വേരിയബിൾ ആർ മിസ്സിങ്. ഏതെങ്കിലും ഒരു വൈയുടെ വേരിയബിൾ എക്സിന് കറസ്പോണ്ടിങ് ആയുള്ള വൈയുടെ വാല്യൂ മിസ്സിങ് ആയിട്ടുള്ള സമയത്ത്. അടുത്തത്, ദ വാല്യൂസ് ഓഫ് എക്സ് ആർ ഈക്വി ഡിസ്റ്റൻറ്റ് ആൻഡ് ദ നെക്സ്റ്റ് വാല്യൂ ഈസ് ടു ബി ഇൻ്റർപൊളേറ്റഡ് ഇൻ ദ സെയിം സീക്വൻസ്. എക്സിൻ്റെ വാല്യൂ ഈക്വി ഡിസ്റ്റൻസിലും നമുക്ക് തന്നിരിക്കുന്ന സീരീസിൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ 2 കേസിലാണ് നമുക്ക് ഇൻ്റർപൊളേഷനും എക്സ്ട്രാപൊളേഷനും ഈ ഒരു മെത്തേഡിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് അടുത്ത കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന എക്സ് വേരിയബിൾ എല്ലാം x0, x1, x2, x3 എന്നും വേണ്ടി നമ്മൾ നെയിം ചെയ്യുക. കറസ്പോണ്ടിങ് ആയുള്ള വൈ വേരിയബിൾസിനെ y0, y1, y2, y3 എന്നുള്ള രീതിയിലും നെയിം ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് വൈയുടെ വാല്യൂസ് എത്ര എണ്ണം അറിയാമെന്നുള്ള നോൺ വാല്യൂസ് ഓഫ് വൈ എത്രയാണെന്നുള്ളത് നോക്കുക. അതിനുശേഷം ലീഡിങ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എടുക്കുക. അതായത് ഇപ്പം നമുക്ക് 4 വാല്യൂസാണ് അറിയാവുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഫോർത്ത് ലീഡിങ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 5 വാല്യൂസാണ് അറിയാവുന്നതെന്നുണ്ടെങ്കിൽ ഫിഫ്ത്ത് ലീഡിങ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ നമുക്ക് എത്ര വാല്യൂസ് അറിയാമോ അതിൻ്റെ ലീഡിങ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആക്കി വേണം നമ്മൾ എടുക്കാനായിട്ട്. അവിടെ സിംബോളിക്കലി എന്നും വേണ്ട അവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ n എന്ന് കാണിച്ചിരിക്കുന്നത് നമുക്ക് എത്ര വാല്യൂസ് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ വൈയുടെ 5 വാല്യൂസാണ് നമുക്ക് അറിയാവുന്നതെന്നുണ്ടെങ്കിൽ ഡെൽറ്റ 50 ഈസ് ഈക്വൽ ടു y - 1 ഓൾ റെസ്റ്റ് ടു 5 എന്നുള്ള റേഷ്യോയിലാണ് വരുന്നത്. അപ്പം നമുക്ക് 4 വാല്യൂസേ അറിയത്തുള്ളൂവെങ്കിൽ ആ 5ൻ്റെ സ്ഥാനത്ത് 4 വരും. അതായത് y - 1 ഓൾ റെസ്റ്റ് ടു 4 എന്നായിരിക്കും അവിടെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് തൊട്ട് താഴെ ഒരു ടേബിൾ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ആപ്ലിക്കേഷൻ ഓഫ് ബൈനോമിയൽ ഇക്വേഷൻ എന്നും പറഞ്ഞിട്ട്. ആ ടേബിളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് വാല്യൂസ് എത്രയാണോ നമുക്കറിയാവുന്നത്, നോൺ വാല്യൂസ് ഓഫ് വൈ എത്രയാണോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. 2 വാല്യൂസാണ് അറിയാവുന്നതെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ, 3 എണ്ണം ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ, അങ്ങനെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ആ ഇക്വേഷൻ പഠിക്കാനായിട്ട് ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. കാണുമ്പോൾ ഇച്ചിരി വലിയ ഇക്വേഷൻസാണ്. ഇപ്പോൾ 7 വാല്യൂസൊക്കെ നോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഞാനിവിടെ ഡിസ്പ്ലേയിൽ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി. അത് ടെക്സ്റ്റിലോ തൊട്ടൊന്ന് എഴുതിയിട്ടിട്ട് നിങ്ങൾ നോക്കുക. ഈ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു പിരമിഡ് ഫോമിലാണ് പോകുന്നത്. നിങ്ങൾ ഇക്വേഷനിൽ നോക്കിയാൽ y2, y1, y0 എല്ലാം y വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ടത് വാല്യൂസ് മാത്രം, അതായത് ആ ഫ്രണ്ടിൽ കിടക്കുന്ന
1 2 1 1 3 3 1 അങ്ങനെയല്ലേ, ആ ഒരു ഫോമിലല്ലേ കിടക്കുന്നത്. ആദ്യത്തെ വെറുതെ y2 എന്ന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് 1y2 ആണല്ലോ. വെറുതെ y0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1y0 ആണല്ലോ. അപ്പോൾ അതിങ്ങനെ കുറഞ്ഞല്ലേ പോകുന്നത്. ആദ്യത്തെ y2 y1 y0, y3 y2 y1 y0, y4 y3 y2 y1 y0 അങ്ങനെയാണ് പോകുന്നത്. പിന്നെ സൈൻ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ആ ഒരു രീതിയിലല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് വേണം നിങ്ങൾ ഇക്വേഷൻ പഠിക്കാനായിട്ട്. നമ്മുടെ ഫ്ലോ എന്ന് പറയുന്നത് പുറകോട്ടാണ് പോകുന്നത്. y7 y6 y5 y4 y3 y2 y1 അങ്ങനെയാണ് പോകുന്നത്. സൈൻ എന്ന് പറയുന്നത് മൈനസ് പ്ലസ് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ആ ഇടയ്ക്കുള്ള ഡിജിറ്റ് 1 2 1 1 1 3 3 1 അതിനും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതൊരു പിരമിഡിൻ്റെ ഫോമിലാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫിഗർ ഞാൻ ഇട്ടിട്ടുണ്ട്. 1 2 1 എന്നുള്ളത് ആദ്യത്തെ നിങ്ങൾ കാണാതെ പഠിക്കണം. അതിന് വേറെ വഴിയൊന്നുമില്ല. ബാക്കിയുള്ളത് നമുക്ക് അല്ലാതെ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് എല്ലാത്തിൻ്റെയും ആദ്യം അവസാനം 1 ആണെന്നുള്ളത് അറിയാമല്ലോ. ഇടയ്ക്കത്തെ സംഖ്യകൾ ഞാൻ പറയാം. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ 3 കിട്ടുന്നത്. 2ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3. അങ്ങനെയാണ് 1 3 3 1 എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോഴത്തേനും 3ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4, 3ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6, 3ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4. ഏറ്റവും അവസാനം ആദ്യം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആ ഒരു ഇക്വേഷൻ ഫ്ലോ ചെയ്ത് പോയിരിക്കുന്നത്. അതായത് അടുത്തടുത്തുള്ള സംഖ്യകൾ ആഡ് ചെയ്തിട്ടാണ് അടുത്ത ലെവലിലെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ശരിക്കും ഈ ഇക്വേഷനാണ് ഇമ്പോർട്ടൻസ്. അത് ചെയ്യുന്നതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഓഫ് ഇൻ്റർപോളേഷനാണ്. ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് ഇക്വേഷനാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ്റെ ഒരു ഫ്ലോ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ കാണാതെ പഠിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പ്ലസും മൈനസും മാറിപ്പോവും, ഡിജിറ്റ് ഇടയ്ക്ക് വിട്ടുപോകും, അങ്ങനെയൊക്കെ പ്രശ്നം വരും. അപ്പോൾ ഈ ഒരു ടിപ്പ് വെച്ചിട്ട് നിങ്ങളത് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ ഈ ഒരു ഈ ഒരു ഇക്വേഷനോട് കൂടി ഞാൻ നിർത്തുവാണ്. കാരണം ഇത്രയും പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ മടുക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിർത്തിയത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും കേട്ട് ഈ ഒരു ഇക്വേഷൻ വരെ നിങ്ങൾ നല്ലപോലെ ഫെമിലിയറായി കഴിഞ്ഞിട്ട് നമുക്കടുത്ത ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് നോക്കിപ്പോകാം. അപ്പോൾ ഇത്രയും നന്നായിട്ട് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.